അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി തന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പറഞ്ഞതെല്ലാം കള്ളമെന്ന് വെളിപ്പെടുത്തി യുവതി രംഗത്തെത്തിയത് ഇന്നലെയാണ്. ഇതിന് പിന്നാലെ മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം കാരണമെന്ന് ആരോപിക്കുകയാണ് അച്ഛൻ. പെൺകുട്ടി പ്രതി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും ഇന്നലെയാണ് മകളെ കാണാനില്ലെന്ന് അറിഞ്ഞതെന്നും യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങൾ 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അല്ലെ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകളുൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം. ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ, 3 ഡോക്ടർമാരുടെ, ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പോൾ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതിൻ്റെ, ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുള്ള പരാതി. അപ്പം ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ച് വയ്ക്കണത്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവർ ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി, അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. എന്നാൽ യുവതിയുടെ അച്ഛന്റെ ആരോപണം തള്ളുകയാണ് രാഹുലിന്റെ കുടുംബം. യുവതിയെ തടവിൽ വെച്ചിട്ടില്ലെന്നും എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു രാഹുലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. അതിനിടെ പരാതിയില്ലെന്ന് യുവതി സത്യവാങ്മൂലം നൽകി. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഇന്നലെയാണ് ഈ യുവതി താൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്, വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തന്നെ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി രാഹുൽ തല്ലിച്ചതച്ചതെന്നാണ് യുവതി ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിന് പിന്നാലെ ഈ കുടുംബം, ഈ യുവതിയുടെ കുടുംബം, അച്ഛൻ ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ട് തൻ്റെ മകൾക്ക് മേൽ രാഹുലിൻ്റെ കുടുംബത്തിൻ്റെ സമ്മർദ്ദമുണ്ട്, അവരുടെ തടങ്കലിലാണ് എന്നുകൂടി പറയുമ്പോൾ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്, പല ദുരൂഹതകളുണ്ട്. എന്താണ് വസ്തുത? നമ്മൾ ആരെ വിശ്വസിക്കണം? ശരിക്കും ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷനിലാണ് കേരളം മുഴുവനും എന്ന് വേണം പറയാൻ. കാരണം പെൺകുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന തരത്തിൽ പുറത്തു വരുന്നു. തന്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ്
ഇത്തരത്തിൽ ഒരു പരാതി രാഹുലിനെതിരെ താൻ ഉന്നയിച്ചത് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന തന്നെ തല്ലിയതൊഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താൻ കളവ് പറഞ്ഞതാണ്, അത് തന്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് എന്ന് പെൺകുട്ടി ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരാതിയുമായി അച്ഛൻ രംഗത്തെത്തുന്നു. ഈ പരാതി അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: ശനിയാഴ്ച വരെ മകളുമായി സംസാരിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചത്. അതൊരു കാഷ്വൽ ടോക്കായിരുന്നു. ശരിക്കും ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, അതല്ലെങ്കിൽ സുഖമായിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു സാധാരണ സംസാരം മാത്രമായിരുന്നു. ആ സമയത്തൊന്നും ഇത്തരത്തിലൊരു പ്രശ്നവും തനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ വന്ന ശേഷമാണ് താൻ അന്വേഷിച്ചത്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പെൺകുട്ടി ജോലി ചെയ്യുന്ന ടെക്നോ പാർക്കിലെ കമ്പനി അധികൃതർ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: പെൺകുട്ടി ജൂൺ 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഒരു അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. പെൺകുട്ടി അവധിയിലാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കാര്യം താൻ അറിഞ്ഞിരുന്നേയില്ല. ശനിയാഴ്ച വരെ പെൺകുട്ടിയുമായി ആജ്ഞയിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താൻ MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷിനൊപ്പം കേസിന്റെ അഭിഭാഷകൻ കൂടി ഉണ്ട്. അനീഷ്, ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകി, കോടതിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി, അതിനുശേഷമാണ് ഇത്തരം ഒരു മലക്കം മറിച്ചിൽ പരാതി പൂർണ്ണമായും കള്ള പരാതിയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. ഇത് ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തെ ബാധിക്കുമോ അനീഷ്? അനീഷ്, ഇത് ഏതെങ്കിലും രീതിയിൽ, കാരണം ഈ പോലീസിന് ഒരു CAയുടെ വരെയും നടപടിക്ക് വിധേയമായ CAയ്ക്കെതിരെ വരെ നടപടി ഉണ്ടായതാണ്. ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. പ്രതിയെ നാടുവിടാൻ സഹായിച്ചു എന്നതിന്റെ പേരിൽ പോലീസുകാരനെതിരെ കേസെടുത്തു. അങ്ങനെ പോലീസ് പോലും പ്രതിക്കൂട്ടിലായ ഒരു സംഭവമായിരുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. അനീഷ്, ഈ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ഈ പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ യുവതി ഇപ്പോഴത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു തിരിച്ചടിയാകില്ലേ? പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ടുള്ള ഫയൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ പോലീസ് പറയുന്നത് ഇങ്ങനെ ചെയ്താലും ഇത് പാടില്ല. കാര്യം ഈ പരാതിക്കാരി ആദ്യം സ്റ്റേറ്റ് അല്ല, പരാതിക്കാരിക്ക് പരാതിയില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം മാത്രമാണ് ഇത്. അതിലവർക്ക് പരാതിയില്ലെങ്കിൽ അതിന് ഗവൺമെൻറ് കോടതി, ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യാനുള്ള പ്രൊസീഡിങ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലീസ് തന്നെ ഒരു മാസമായിട്ടും ബഹുമാനപ്പെട്ട JFCM 3 കോടതി, പന്തീരാങ്കാവ് പോലീസ് പരിധിയിലുള്ള JFCM 3 കോടതിയിൽ ഈ പരാതിക്കാരിക്ക് പരിക്ക് പറ്റിയെന്ന് കാണിക്കുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ റിപ്പോർട്ട് ഒരു മാസമായിട്ട് ഹാജരാക്കിയിട്ടില്ല. ഞാൻ കോപ്പി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ കോപ്പി അപേക്ഷ റിജക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു രേഖ, വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ അത്തരത്തിൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ പരാതിക്കാരിയും അന്ന് FIS കൊണ്ട് തന്നെ അത്തരത്തിലൊരു പരാതി രാഹുലിനെതിരെ ഒരു 490 വകുപ്പ് പ്രകാരമുള്ള ഒരു പരാതിയില്ല. അങ്ങനെ ഒരു പരാതിയും ഇല്ലാത്തൊരു കേസിന് ഇത്ര സെൻസേഷൻ ആക്കിക്കൊണ്ട് യാതൊരു രീതിയിലും സാധാരണക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്രത്തോളം ഈ കേസിനെ വഷളാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ രാഹുൽ എന്ത് തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ കളവായ രീതിയിൽ കേസിനെ കൊണ്ടുപോവുകയും യഥാർത്ഥ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും കോടതിയിൽ ഹാജരാക്കാതിരിക്കുകയും തെറ്റായ ധാരണകൾ ഉണ്ടാക്കുകയാണ് ഈ കേസിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫിസിക്കലി തന്നെ അവർക്ക് നല്ല മുറിവുകൾ വിസിബിൾ ആയിരുന്നു. അത് 3 ഡോക്ടർമാർ, ഫറൂഖ് ആശുപത്രിയിൽ, ഒപ്പം ബേബി മെമ്മോറിയൽ ആശുപത്രി, വടക്കംപറവൂർ ആശുപത്രി, ഈ 3 ആശുപത്രിയിൽ പോയ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മറ്റ് ഫോറൻസിക് തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചു. കാറിനുള്ളിലെ രക്തക്കറ ഈ പ്രതി തന്നെ സമ്മതിക്കുന്നുണ്ട് അടിച്ചു എന്ന് അദ്ദേഹം പുറത്തുവിട്ടൊരു വീഡിയോയിൽ. ഈ ഫിസിക്കലി മുറിവ് ആര് ചെയ്തു, എന്തു ചെയ്തു, എങ്ങനെ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് 10 ദിവസം കഴിഞ്ഞ് പറവൂരെത്തിയിട്ട് അവിടെയും ഡോക്ടറെ കാണിച്ചാൽ ഈ 10 ദിവസവും രാഹുലോ ബന്ധുക്കളോ അവരുടെ പരാതിക്കാരുടെ കൂടെ ഇല്ല. പിന്നീടുണ്ടായ പരിക്കുകളൊന്നും ആ പരാതിയുടെ ഭാഗമായി കണക്കാക്കേണ്ടതില്ല. അപ്പം ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഉണ്ടായ ഇൻസിഡൻറ്റിലെ വൂണ്ട് സർട്ടിഫിക്കറ്റിലോ അല്ലെ കാണുന്ന കാഴ്ചയിലെ മുറിവുകളോ പ്രതി ചെയ്തു എന്ന് പറയാൻ തെളിയിക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ പ്രതി തന്നെ പറഞ്ഞിരുന്നില്ല അടി കൊടുത്തു എന്ന്. കോടതിക്ക് മുമ്പാകെ FIS കൊണ്ടോ FIR കൊണ്ടോ വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടോ കാണിക്കുന്നത് മാത്രമേ എടുക്കാവൂ.
അല്ലാതെ മാധ്യമങ്ങളിൽ വരുന്നതോ അല്ലെ പുറത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നിയമത്തിന്റെ പരിധിയിൽ വരില്ല. അല്ല, ഇപ്പൊ രാഹുലിന്റെ അമ്മയൊക്കെ അഡ്മിറ്റ് ചെയ്താണല്ലോ ഈ അടിച്ചു എന്നുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ പരാതിക്കാരും പറയുന്നു. അമ്മ അടിച്ചില്ല, പോലീസിന്റെ മാനസിക പീഡനം കാരണമാണ് അവർ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തത്, അല്ല അവർ അടി കിട്ടിയിട്ട് അടിച്ചില്ല. അവരല്ല പറഞ്ഞു, അവരും പറഞ്ഞിരുന്നു രാഹുൽ അടി കൊടുത്തിരുന്നു. പറഞ്ഞല്ലോ, കോടതിക്ക് മുഖ്യം അതിന്റെ ഡോക്യുമെന്റ്സ്, നിയമപരമായ രേഖകളാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയും മറ്റ് മാധ്യമങ്ങളും പറയുന്ന വാക്കുകൾ കോടതി എടുക്കില്ല. FIS കൊണ്ട് എന്തുണ്ട്, FIR കൊണ്ട് എന്തുണ്ട്, പിന്നീടുണ്ടാകുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട്, അതിന്റെ കുറ്റപത്രം കൊണ്ട് എന്തുകൊണ്ട്, ഈ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഹാജരാക്കുന്ന റിപ്പോർട്ട് കൊണ്ട് എന്തുണ്ട്, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ല, പക്ഷേ FISന്റെ കാര്യം പറയുമ്പോഴും ആദ്യം ഈ കേസ് എടുത്തതിലും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിലും ഗുരുതരമായ പിഴവ് പോലീസിനുണ്ടായി എന്നാണ് കണ്ടെത്തിയത്. പിഴവുണ്ടായി എന്ന്, കാരണം പരാതിക്കാരി കൊടുത്ത FIS കൊണ്ട് ആ സമയം തന്നെ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പന്തീരാങ്കാവ് SHO, ആ SHO യഥാവിധി ഉള്ള പരാതിക്കനുസരിച്ച് FIR ഇട്ടിട്ടുണ്ട്. പരാതിക്ക് കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞ് അയാളെ സസ്പെൻഡ് ചെയ്തത് തെറ്റായ നടപടിയാണെന്നാണ് മനസ്സിലായത്. അദ്ദേഹം ഉള്ള പരാതി പോലും കാര്യമായി കൈകാര്യം ചെയ്തില്ലെന്ന് പരാതിയിലെ FIS എന്റെ കയ്യിലുണ്ട്. ആ FISൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസൃതമായി മാത്രം രാഹുലിനെതിരെ പരാതിയുള്ളൂ. രാഹുൽ അടിച്ചെന്നുള്ള പരാതിയുണ്ട്, രാഹുൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പരാതിയില്ല. അതുകൊണ്ട് തന്നെ 324ഉം 490 ഭർത്തൃപീഡനം, വിവാഹശേഷിയുള്ള പീഡനം എന്നുള്ള രീതിയിൽ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ SHO പന്തീരാങ്കാവ് കറക്റ്റായിട്ട് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഉണ്ടായ കേസിന്റെ സെൻസേഷന്റെ ഭാഗമായിട്ട് പോലീസിന് SHOനെ സസ്പെൻഡ് ചെയ്യും മറ്റു ഭാഗമായിട്ടുണ്ടായി. ഇതൊരു റൂട്ട് മാറിപ്പോകേണ്ടത് ഇതിന്റെ അന്വേഷണം. പ്രതിഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ചെയ്തത് കോടതി പരിഗണിക്കും. അതിന്റെ ഇൻസ്ട്രക്ഷൻ വരും കൺസേൺഡ് പന്തീരാങ്കാവ് പോലീസിലേക്ക്. ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം കോടതിയിൽ നിന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് വീണ്ടും കുട്ടിയുടെ മൊഴിയെടുക്കും. നിങ്ങൾ സ്വന്തമായ ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ അഫിഡവിറ്റ് നൽകിയതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റ് ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കി കഴിഞ്ഞാൽ ഹൈക്കോടതി കോഷ് ചെയ്ത് തരും. ഇതാണ് അതിന്റെ സിസ്റ്റം. ഈ പരാതിക്കാരി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പരാതിക്കാരി നമുക്ക് അഫിഡവിറ്റ് വക്കാലത്തൊക്കെ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ടോ? അല്ല, എനിക്കല്ല, അതിന് ബന്ധപ്പെട്ട ഒരു അഭിഭാഷകൻ മുമ്പാകെയാണ്, നോട്ടറി അഭിഭാഷകൻ മുമ്പാണ് അഫിഡവിറ്റ് കൊടുത്തത്. അത് പ്രതിഭാഗമാണ് കോഷ് ചെയ്യാനുള്ള പ്രൊസീഡിങ്സ് ഹാജരാക്കുക. അപ്പോൾ പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹൃതിക് അശോക് എന്ന വക്കീല് പരാതിക്കാരിക്ക് വേണ്ടി ഹാജരാകും ഹൈക്കോടതി. ഇവർ ഒന്നിച്ച് ജീവിക്കാനൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സന്തോഷം. ഭാര്യയും ഭർത്താവും നല്ല സൗന്ദര്യപ്പണക്കം ഉള്ളൂ. അതാദ്യം ഞാൻ പറഞ്ഞു, ആ സൗന്ദര്യപ്പണക്കം ഒത്തുതീർന്ന് അവർക്ക് നന്നായിട്ട് പോയി. ഇത് ഇത്രയും സെൻസേഷനായി മാറിയത് എന്തുകൊണ്ടാണെന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ യുവതി പൂർണ്ണമായും ഭർത്താവിന്റെ പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞു. ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു പരാതിക്കാരി, ഒരു സ്ത്രീ, നാളെ ഒരു സ്ത്രീക്ക് അവളെ യഥാർത്ഥ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഇല്ലാണ്ടായി പോകരുത് എന്നൊരു വിഷയമുണ്ട്. കാരണം ആളുകൾ പരാതി കൊടുക്കുമ്പോൾ കളവായ രീതിയിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇനി നാളെ വരുന്ന പീഡിത വനിതകളുടെയും പരാതി കളവായി ചിത്രീകരിക്കപ്പെട്ടാൽ അത് സൊസൈറ്റിയുടെ നിലനിൽപ്പിന്റെ നാശമാണ്. അപ്പോൾ ഇവർ രണ്ടും ഒന്നായി, ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരായി. അല്ല, ഇപ്പൊ ആ രീതിയിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. കാരണം ഒന്നൊന്നര ആഴ്ചയായിട്ട് കുടുംബമായിട്ട് വലിയ ബന്ധമില്ല, സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവരിപ്പോ ഒന്നാണ്. അവര് പരാതിക്കാരി മിസ്സിംഗ് അല്ല, പരാതിക്കാരി സന്തോഷമായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രതിയുമായിട്ട് നല്ലപോലെ ഒത്തൊരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ അവർ തയ്യാറാണ്. അതായത് ഒരു കുഴപ്പമില്ല. ഇനി മിസ്സിംഗ് കേസിൽ പോലീസ് FIR ഇട്ടു, 57 ഇതിൽ FIR ഇട്ടിട്ടെങ്കിൽ അത് പ്രകാരം കോടതിക്ക് മുമ്പ് ഹാജരാക്കി പരാതിക്കാരി മൊഴി കൊടുക്കാൻ തയ്യാറാണ്. അല്ല, ഈ രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നു. ഒരിക്കലും അങ്ങനെ FIR മിസ്സിംഗ് കേസിന് FIR ഇട്ടാൽ കോടതിയിൽ മുന്നേ ഹാജരാക്കട്ടെ, ഹാജരാകും. പോലീസ് ഹാജരാക്കിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ രാഹുലിന് അറിയാവുന്ന ഇടത്താണ്, രാഹുലിനറിയില്ല, നിയമക്കറിയാവുന്ന പരാതിക്കാരിക്ക് അറിയാവുന്ന ഇടത്താണ് പരാതിക്കാരി ഉള്ളത്. ഇവർ രണ്ടുപേരും നല്ല അടുപ്പത്തിലായി. നല്ല സന്തോഷത്തെ. കാരണം ഭാര്യ ഭർത്താവില്ല, അവർക്ക് ഒരു സൗന്ദര്യപ്പണക്കം മാറി അവർക്ക് റീയൂണിയനായി. അത്രേ ഉള്ളൂ. വേറെ നടപടിക്രമം കേസ് വാഷ് ചെയ്യുന്നതൊക്കെ മാത്രമേ നിയമപരമായ നടപടിയാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. രണ്ട് സ്ഥലത്താണ് ആഗ്രഹിക്കുന്നത്, സന്തോഷമായിട്ടുള്ളൂ. അത് രാഹുൽ മടങ്ങി വരുന്ന ആലോചന എന്തെങ്കിലും ഉണ്ടോ? ഈ കോഷ് പ്രൊസീഡിങ്സ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് രാഹുലിന് മടങ്ങി വരാമല്ലോ. പിന്നെ പോലീസ് പറയുന്ന പോലെ ഇന്റർപോള്, റെഡ് കോർണർ, ബ്ലൂ കോർണർ, ഇതൊക്കെ അബദ്ധ ജടിലങ്ങളാണ്. ഇത്ര കാലം വരെ ഒരു നടപടിയും പോലീസ് അക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ജനങ്ങൾക്ക് മുന്നിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്റർപോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും എന്തോ സംഭവം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള നടപടി ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം നടപടികളൊന്നും ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയില്ല? എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എവിടെയാണെന്ന് പോലും പോലീസ് ഇതുവരെ കണ്ടെത്തിയില്ല. ആ അഭിഭാഷകനെ എനിക്കറിയാം അദ്ദേഹം എവിടെയുള്ളത്. എനിക്കിവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല. ഏതായാലും ജർമ്മനിയിലല്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളും പോലീസും പറയുന്നതല്ലേ. യഥാർത്ഥത്തിലുള്ള വസ്തുത എനിക്കറിയാം. ആസ് എ പ്രൊഫഷൻ, മൈ പ്രൊഫഷൻ, ലീഗൽ പ്രൊഫഷൻ, എന്റെ ക്ലയന്റിന്റെ സ്വകാര്യത കീപ്പ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിലല്ല എന്തായാലും. ഇന്ത്യയിലല്ല.
ഇന്ത്യയിലല്ല, പക്ഷേ ജർമ്മനിയിലും. അപ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്ന ജർമ്മനിയിലാണ്. അത് ധാരണയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ബ്ലൂ കോർണറിലൊന്നും യാതൊരു അർത്ഥവുമില്ല, ഉചിതമായ സമയത്ത്. പക്ഷേ 5 ദിവസത്തിനുള്ളിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വരെ കോടതിയിൽ എത്തിയിട്ടില്ലാത്തുള്ള സ്ഥിതിക്ക് പിന്നെ ബാക്കി എന്താ ഞാൻ പറയേണ്ടത്? അല്ല, 5 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സഹോദരിയുടെ അമ്മയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ 22-ാം തീയതി ഇവിടെ ഫയൽ ചെയ്തപ്പം എല്ലാ മാധ്യമങ്ങൾക്കും പോലീസ് നൽകിയ റിപ്പോർട്ട് ഞങ്ങൾ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നു, റിപ്പോർട്ട് ഫയൽ ചെയ്തത് 27-ാണ് റിപ്പോർട്ട് ഫയൽ ചെയ്തത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ മീഡിയക്കും അല്ലെങ്കിൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നത് ശരിയല്ലെന്നും നാളെ ഒരു പീഡിത വനിതയ്ക്ക് ഇതൊരു അവസ്ഥ ഉണ്ടാവരുതെന്നും അവരുടെ പീഡനം യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പരിശോധിച്ച് അവർക്ക് അർഹമായ നീതി ലഭിക്കുന്ന സാഹചര്യമാണ് ഈ നിയമവ്യവസ്ഥയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഈ 5 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കേസിൽ. അപ്പോൾ ഇത് ഈ ക്വാഷ് നടപടികളെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കും? അതൊന്നും ബാധിക്കില്ല. കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞ കേസുകളിലും കോഷ് ചെയ്യാറുണ്ടല്ലോ. കോഷ് തന്നെ പരാതിക്കാരിക്ക് പരാതിയില്ല, സ്റ്റേറ്റിനെതിരെയല്ല വിഷയം, വ്യക്തികൾ തമ്മിലുള്ള വിഷയം. അത് കോംപ്രമൈസ് ചെയ്യാൻ കോടതിക്ക് തന്നെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. ടോം ഷമീം പക്സൽ അദ്ദേഹം ആണ് രാഹുലിന്റെ അഭിഭാഷകൻ. ഇപ്പോൾ ഒരുപക്ഷെ രാഹുലിന്റെ ഭാര്യയുമായും ബന്ധം അദ്ദേഹം പുലർത്തുന്നുണ്ട്, നിരന്തരമായ ആശയവിനിമയം ഉണ്ട്. എന്തായാലും രാഹുലും ഭാര്യയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ ഈ പരാതി തന്നെ ക്വാഷ് ചെയ്യാനുള്ള ഒരു അപേക്ഷ നൽകും. അക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവും. തന്റെ മുൻപുള്ള പ്രസ്താവനകൾ മുഴുവൻ ഒരു പ്രേരണയ്ക്ക് വിധേയമായി കുടുംബത്തിന്റെ ഒരു ഭീഷണിക്ക് വഴങ്ങിയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ധരിപ്പിക്കുമെന്ന് ഒപ്പം രാഹുലും ഈ പരാതിക്കാരിയുമായും അടുത്ത ബന്ധം പുലർത്തുന്നു. അവർ നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. എവിടെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു അറിവ് ഈ രാഹുലിനും അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘത്തിനുമൊക്കെ ഉണ്ട്. ഉചിതമായ സമയത്ത് ഈ മിസ്സിംഗ് കേസിൽ, അതായത് ഈ പരാതിക്കാരിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആ കേസിൽ ഉചിതമായ സമയത്ത് ഹാജരാവാൻ പറഞ്ഞാൽ സ്വമേധയാ ഹാജരായി ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ വെളിപ്പെടുത്തുമെന്ന് പറയുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരായി അവരുടെ ജീവിതം പുനരാരംഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഇരുവരും കഴിയുകയാണ്. ഈ ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങൾക്ക് പൂർത്തിയായാൽ രാഹുൽ വിദേശത്ത് നിന്നും മടങ്ങിയെത്തും. ഒപ്പം അഭിഭാഷകൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അദ്ദേഹം ജർമ്മനിയിലല്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നു, പക്ഷേ ഇന്ത്യയിലുമല്ല, മറ്റ് ഒരു വിദേശ രാജ്യത്താണ്. പക്ഷേ തൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു സ്വകാര്യത മാനിക്കാനായി അദ്ദേഹം അക്കാര്യം തുറന്നു പറയുന്നില്ലെന്ന് തന്നെ പറയുന്നു. എന്തായാലും കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഇരുവരും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഇരുവരും തമ്മിൽ തുടക്കം മുതൽ ഈ വാർത്ത കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തപ്പോൾ പല സംശയങ്ങളും അനീഷ് തന്നെ അന്ന് പ്രകടിപ്പിച്ചതാണ്. കാരണം ആ കുടുംബത്തിന്റെ ഈ രാഹുലിന്റെ അമ്മയുടെ അടക്കം പ്രതികരണം നമ്മൾ എടുത്തതിന്റെ പേരിൽ പൊതുസമൂഹ, അതായത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനം നേരിട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കേസ് പൂർണ്ണമായും മാറി മറിയുന്നൊരു സാഹചര്യം. യഥാർത്ഥത്തിൽ ഇവിടെ ഈ നമ്മുടെ നിയമ സംവിധാനത്തെയൊക്കെ കബളിപ്പിക്കുന്നത് ആരാണ്? ടോം, അത് ഒരു സങ്കീർണമായ ചോദ്യം തന്നെയാണ്. കാരണം ഒരു പക്ഷേ നിയമ സംവിധാനത്തെ കബളിപ്പിക്കുന്നുവെന്ന് പോലും നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം പല ഇടങ്ങളിലും ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ, യുവതികളൊക്കെ വിവാഹം കഴിഞ്ഞ ശേഷം ഗാർഹിക പീഡനത്തിന് ഇരയാവുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും ഇത്തരം ഗാർഹിക പീഡനത്തിനിരയായാൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാലും ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ തന്നെ പരാതിയുമായി വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും നൽകുന്ന സന്ദേശം ഒരു പക്ഷേ ഇതൊരു സാധാരണ സംഭവമല്ലേ, കുടുംബമല്ലേ, നമ്മൾ പോകണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരും, നീ എന്തായാലും ഇതൊക്കെ മറന്ന് അവിടേക്ക് തന്നെ തിരിച്ചു ചെല്ലൂ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകാം എന്നുള്ള നിർദ്ദേശമായിരിക്കും നൽകുക. പിന്നീട് വീണ്ടും എന്തെങ്കിലും ആവർത്തിക്കുമ്പോഴും അവിടേക്ക് തന്നെ വരും. ഒരു പരിധി കഴിയുമ്പോൾ ഈ യുവതികൾ വീട്ടുകാരോട് ഇക്കാര്യം പറയുന്നതിനോ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതിനോ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ടാകും. കാരണം ലക്ഷങ്ങൾ മുടക്കിയാവും ഒരുപക്ഷെ വിവാഹം നടത്തിയത്. ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇനി വിവാഹപ്രായം എത്തിയൊരു അനിയത്തി കാണും, അല്ലെങ്കിൽ സഹോദരൻ കാണും. അവർ ഈ വിവാഹം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിച്ച് വന്നാൽ ഉണ്ടാകുന്ന സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഭയന്ന് പലപ്പോഴും ആ പെൺകുട്ടികൾ ഇത് പറയുന്നതിനോ പെൺകുട്ടികൾ പറയുന്ന അതേ ഗൗരവത്തിൽ ഈ കുടുംബങ്ങൾക്ക് ഇത് ഏറ്റെടുക്കുന്നതിനോ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് വിസ്മയ പോലുള്ള പല സംഭവങ്ങളും ഉണ്ടാവുന്നത്. വിസ്മയ കേസിലൊക്കെ അറിയാം, ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞെങ്കിലും ആ കുടുംബം അറിയിക്കുന്ന ഗൗരവം ഇതിന് കൊടുത്തില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ കൊച്ചിയിലെ കുടുംബം വളരെ ഗൗരവത്തോടുകൂടി ഈ കുട്ടിയുടെ ശാരീരികാവസ്ഥ പരിഗണിക്കുകയും ഇത്തരമൊരാളുടെ കൂടി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് അവർ ഒരുപക്ഷെ ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് ഉന്നയിച്ചത്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ഭർത്താവുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഇരുവരും ഈ വിവാഹത്തിന് മുമ്പ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അടുപ്പത്തിലായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അടുപ്പം തോന്നിയ ഒരാൾ, താലി കെട്ടിയ ഒരാൾ തന്നെ മർദ്ദിച്ചെങ്കിൽ പോലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് ഈ യുവതി എത്തിയിരിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോഴും അടിച്ചു എന്ന കാര്യം യുവതിയും താൻ അടിച്ചു എന്ന കാര്യം രാഹുലും അമ്മയും ഒക്കെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ അടിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു ഭർത്താവ് എന്ന
ഒരു ചിന്ത, അല്ലെങ്കിൽ താനേറെ നാൾ ഇഷ്ടപ്പെട്ട, ഒരു മാസത്തോളം താൻ ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന ചിന്ത വീണ്ടും രാഹുലിനോടൊത്ത് ജീവിക്കാനുള്ള ഒരു പ്രേരണയായിരിക്കും യുവതിക്ക് നൽകുക. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ അടുത്തേക്ക് വീണ്ടും എങ്ങനെ വിടും എന്ന, അല്ലെങ്കിൽ ഈ ബന്ധം തുടരണമോ എന്ന ആശങ്ക മറുവശത്ത് നിൽക്കുന്നു. എന്തായാലും രണ്ട് തരത്തിലാവും രണ്ട് കൂട്ടരും ചിന്തിക്കുമെന്ന് നമുക്കറിയാം. നേരത്തെ തന്നെ പല ഉദാഹരണമുണ്ട്. കാര്യം വർഷങ്ങളോളം വളർത്തുന്ന മാതാപിതാക്കളെ ഒക്കെ ഉപേക്ഷിച്ച് 1-2 ആഴ്ചയിൽ കാണുന്ന യുവാക്കളോടൊപ്പം, തങ്ങളുടെ കാമുകന്മാരോടൊപ്പം ഒളിച്ചോടുന്ന പെൺകുട്ടികളെയൊക്കെ നമുക്ക് കാണാം. കാരണം അവരുടെ പ്രായത്തിൻ്റെതായ ഒരു വികാരം, അല്ലെങ്കിൽ അവർക്ക് ആ പ്രായത്തിൽ അതാവും ഏറ്റവും കരണീയമായി തോന്നുക. ഇത്തരത്തിലൊരു തോന്നൽ തന്നെയാവും ഈ യുവതിക്കും ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഭർത്താവിനൊപ്പം ഒന്നിച്ചൊരു ജീവിതം അവർ അത്തരമൊരു മനം മാറ്റമാണോ രാഹുൽ പിന്നീട് വിദേശത്തു നിന്നും ഫോണിൽ ബന്ധപ്പെട്ട് യുവതിയുടെ മനസ്സ് മാറ്റിയതാണോ? ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടോ, ഭീഷണിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. അത്തരം ഒരു ആരോപണമായിരുന്നു ഇന്ന് രാവിലെ ഈ യുവതിയുടെ പിതാവ് ഉന്നയിച്ചത്. കാരണം നമുക്കറിയാം മാതാപിതാക്കളെ സംബന്ധിച്ച് സ്വന്തം മക്കളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇതുപോലൊരു മകളെ മർദ്ദനമേറ്റ അവസ്ഥയിൽ കാണുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക. കാരണം ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് മകളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവളുടെ സുരക്ഷിതത്വം പോലും മാതാപിതാക്കളെ സംബന്ധിച്ച് അവരെ ഏറെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ അച്ഛനും അമ്മയും മകൾക്ക് വേണ്ടി ഇത്രയും നിയമ പോരാട്ടം നടത്തിയത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് മകൾ മൊഴി മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും. ആജ്ഞ, എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഒരു വശത്ത് രാഹുലിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചതനുസരിച്ച് ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അപേക്ഷ നൽകിയിരിക്കുന്നു. യുവതി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. പറഞ്ഞതെല്ലാം കളവാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ യുവതിയുടെ കുടുംബത്തിന്റെ നിലപാട് എന്തായിരിക്കും? അവരതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ മുതൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോഴും അവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ മകൾ സ്വമേധയാ പറഞ്ഞ ഒരു സാഹചര്യമല്ല, ഒരു കാര്യമല്ല ഇതിലുള്ളത്. അവളെ ചില ആളുകൾ സമ്മർദ്ദം ചെലുത്തിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്, അല്ലെങ്കിൽ അതിനുശേഷവും മുൻപും ശേഷവും, അതായത് താൻ സുരക്ഷിതയാണ്, ആരും അതിൽ ബോധരാവേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലുള്ള വീഡിയോ എടുത്തതും, അതുപോലെ മുൻപ് രാഹുലിനെ തന്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ്, വീട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഇങ്ങനെ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതും. പക്ഷേ അതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, രാഹുൽ സ്ത്രീധനം ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വീട്ടുകാർക്കിടയിൽ നിൽക്കുന്ന ഒരു പ്രശ്നമായി തന്നെ ഇരിക്കട്ടെ. പക്ഷേ അതിനു മുൻപ് രാഹുൽ ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹത്തിന് മുൻപ്, അതായത് തീയതിക്ക് മുൻപ്, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ദിവസം തന്നെയാണ് ആ വിവാഹവും നടത്താനെന്നത്. ചടങ്ങുകൾ, ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ. പക്ഷെ അതിനു മുൻപേ അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്നു. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെയാണ്. ജർമ്മനിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ, നിയമം, നൂലാമാലകൾ, അതായത് പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾ, വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് നേരത്തെ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും രജിസ്റ്റർ മാരേജ് കഴിച്ച ഒരു പെൺകുട്ടി, 10-15 ദിവസം ബാംഗ്ലൂർ ഈ രാഹുലിന്റെ ഒപ്പം താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി, വിവാഹ ദിവസം ആ പെൺകുട്ടിയും വീട്ടുകാരും പിന്മാറുകയാണ്. രാഹുൽ ഇത്തരത്തിൽ നിരന്തരമായി പണം ആവശ്യപ്പെടുന്നു. വീട്ടുകാരുമായും ബന്ധുക്കളോടും ഒക്കെ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി സ്ത്രീധനത്തെ പറ്റി സംസാരിക്കുന്നു. സ്ത്രീധനം എത്ര നൽകുമെന്ന് ചോദിക്കുന്നു, എപ്പോൾ നൽകുമെന്ന് ചോദിക്കുന്നു. ഇത്തരത്തിൽ ആ വീട്ടുകാരെ അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു ബന്ധം മാറുകയും, ഈവൻ വിവാഹം രജിസ്റ്റർ ചെയ്ത പെൺകുട്ടി പോലും, രാഹുലിനൊപ്പം കുറച്ച് ദിവസം താമസിച്ച ഒരു പെൺകുട്ടി പോലും അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യവും ഈ രാഹുൽ എന്ന് പറയുന്ന ഒന്നാം പ്രതിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കാൻ, പ്രതിയുടെ മേൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിനുശേഷമാണ് ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇരയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. അതേ കാരണം തന്നെ ഇവിടെയും വീട്ടുകാർ ഉന്നയിക്കുന്നതിൽ ഒട്ടും അപാകതയില്ല എന്ന്, അതല്ലെങ്കിൽ ഇവർ കരുതിക്കുട്ടി ചെയ്തതാണ് എന്ന് പറയാൻ അല്പം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് ഈ കാര്യത്തിൽ വിലയിരുത്താറുള്ളത്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, മറ്റേ വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ, അതല്ലെങ്കിൽ അത് ഡിവോഴ്സ് ആകാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച കേസുണ്ട്, ഈ പെൺകുട്ടിയെ മർദ്ദിച്ച കേസുണ്ട്. അതെന്തായാലും നമ്മൾ ഉൾപ്പെടെ കണ്ടതാണ്. കഴുത്തിൽ ഈ പറയുന്ന ചാർജർ മുറുക്കിയ, നമ്മൾ ആ വിഷ്വൽ അല്ലെങ്കിൽ
നമ്മളത് വിഷ്വൽ അത്തരത്തിൽ പൂർണ്ണമായും സംപ്രേഷണം ചെയ്തില്ലെങ്കിൽ പോലും അവരുമായി സംവദിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടിട്ടുള്ളതാണ്. കഴുത്തിൽ കേബിൾ കുരുങ്ങിയതിന്റെ പാട്, അല്ലെങ്കിൽ കേബിളാണോ എന്താണെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു പാട് കഴുത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മുടെ കയ്യിൽ ഈ സേഫായിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ അത് ദൃശ്യങ്ങളുണ്ടാവും, പോലീസിന്റെ കയ്യിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡന കേസിൽ പോലീസിന് ഇക്കാര്യത്തിൽ നേരിട്ട് സ്വമേധയാ കേസെടുക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുമുണ്ട്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇന്റർപോളിന് ഇന്റർപോളിന്റെ അനുമതി ലഭിച്ചു, അതായത് ബ്ലൂ കോർണർ നോട്ടീസിന് ഇന്റർപോളിന്റെ അനുമതി ലഭിച്ചു എന്നുള്ള മെസ്സേജ് CBI ഡയറക്ടർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു തടസ്സവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കേട്ടോ, ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നതിനിടെയാണ് യുവതി മൊഴി മാറ്റി സമൂഹ മാധ്യമങ്ങളുടെ രംഗത്തെത്തിയത്. താൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദനമുണ്ടായിട്ടില്ല, മറ്റു ചില പ്രശ്നങ്ങളുടെ പേരിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു മർദ്ദനമുണ്ടായത്, തൻ്റെ ഭർത്താവിനൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറവൂർ സ്വദേശിനിയായ യുവതി ഇന്നലെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. എറണാകുളം